വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തെക്കുറിച്ചും ദൈവകരുണയുടെ ചിത്രത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും അറിയാം. വിശുദ്ധ ഫൗസ്റ്റീന 1905 ഓഗസ്റ്റ് 25 പോളണ്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഹെലൻ കൊവാൾസ്ക എന്ന പേരിൽ ജനിച്ചു. 10-ാം വയസ്സിൽ തന്നെ സന്യാസ ജീവിതത്തോടുള്ള ആഗ്രഹം വിശുദ്ധയിലുണ്ടായിരുന്നു. 20-ാം വയസ്സിൽ വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിൻ്റെ നാമത്തിലുള്ള സന്യാസ സഭയിൽ ചേർന്നു. അവിടെ വച്ചാണ് മരിയ ഫൗസ്റ്റീന എന്ന പേര് സ്വീകരിച്ചത്. ഈശോ ഫൗസ്റ്റീനയ്ക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടു. ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് ഇവയാണ്: മനുഷ്യരുടെ പാപങ്ങൾ എൻ്റെ കരുണയുടെ ആഴത്തെ അളക്കാൻ പോന്നവയല്ല. ലോകം മുഴുവൻ്റെയും പാപങ്ങൾ എൻ്റെ കരുണയുടെ കടലിൽ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമേയുള്ളൂ. എത്ര വലിയ പാപിയും തന്നെ സമീപിച്ചാൽ അവരെ കൈവിടില്ലെന്ന് അവിടുന്ന് ഉറപ്പു നൽകി. ഉച്ചകഴിഞ്ഞ് 3 മണിയെ മഹാകാരുണ്യത്തിൻ്റെ സമയമായി ഈശോ വെളിപ്പെടുത്തി. 3 മണിക്ക് എൻ്റെ കരുണയെ പ്രത്യേകമായി സ്തുതിക്കുക. ആ നിമിഷത്തിൽ നീ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ കരുണയുടെ കടലിൽ നിഗഗ്നമായിരിക്കുമെങ്കിൽ അത് ഞാൻ സാധിച്ചു തരും. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കിരണങ്ങൾ പുറപ്പെടുന്ന ചിത്രം വരയ്ക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു. വെള്ള നിറത്തിലുള്ള കിരണങ്ങൾ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന ജലത്തെ, അതായത് മാമോദീസയെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് കിരണങ്ങൾ ആത്മാക്കൾക്ക് ജീവൻ നൽകുന്ന രക്തത്തെ, അതായത് കുർബാനയെ സൂചിപ്പിക്കുന്നു. ചിത്രത്തിന് താഴെ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതണമെന്നും അവിടുന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ മേൽ ദൈവകോപം കുറയ്ക്കാനും പാപികൾക്ക് മാനസാന്തരം ലഭിക്കുവാനും വേണ്ടി കരുണയുടെ കൊന്ത ചെല്ലാൻ ഈശോ ആവശ്യപ്പെട്ടു. മരിക്കാറായവരുടെ അടുത്ത് നിന്ന് കരുണയുടെ കൊന്ത ചെല്ലുമ്പോൾ ഞാൻ നീതിപാലകനായ ദൈവമായല്ല, മറിച്ച് കാരുണ്യവാനായ രക്ഷകനായാണ് അവരുടെ അടുക്കൽ നിൽക്കുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ദൈവിക കരുണയുടെ തിരുനാളായി ആചരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അന്ന് പൂർണ്ണമായി കുമ്പസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം നൽകി. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നാം 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞു. 1. പ്രവൃത്തി വഴി മറ്റുള്ളവരോട് കരുണ കാണിക്കുക. 2. വാക്കുവഴി മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ സംസാരിക്കുക. 3. പ്രാർത്ഥന വഴി ലോകത്തിനായി ദൈവത്തോട് യാചിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുമുള്ള ദർശനങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. പാപികൾ മാനസാന്തരപ്പെട്ട് ദൈവകരുണയിലേക്ക് തിരിയണം എന്ന ഉദ്ദേശത്തോടെയാണ് ദൈവം ഈ കാഴ്ചകൾ വിശുദ്ധയ്ക്ക് നൽകിയത്. ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ഫൗസ്റ്റീന നരകം സന്ദർശിക്കുകയും അവിടെ കണ്ട കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു. ദൈവത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് നരകത്തിലെ ഏറ്റവും വലിയ വേദന. ചെയ്ത തെറ്റുകളെ ഓർത്ത് ആത്മാവ് നിരന്തരം സ്വയം പീഡിപ്പിക്കുന്നു. ഭീകരമായ അന്ധകാരവും ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ആത്മാവും ഭൂമിയിൽ വച്ച് ഏത് പാപമാണോ കൂടുതലായി ചെയ്തത് അതിന് അനുസരിച്ചുള്ള ശിക്ഷകൾ അവിടെ അനുഭവിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോയവർക്ക് ഇന്ദ്രിയപരമായ വേദനകൾ. നരകം എന്നൊന്ന് ഉണ്ടെന്നും അവിടേക്ക് ആത്മാക്കൾ പോകുന്നുണ്ടെന്നും വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത് രേഖപ്പെടുത്തുന്നതെന്നും ഫൗസ്റ്റീന എഴുതി. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സന്ദർശിച്ചപ്പോൾ ഫൗസ്റ്റീന കണ്ടത് അതൊരു വേദന നിറഞ്ഞ ഇടമാണെങ്കിലും അവിടെ പ്രത്യാശയുണ്ട്. അവിടുത്തെ ആത്മാക്കൾക്ക് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഭൂമിയിലെ നമ്മുടെ പ്രാർത്ഥനകൾക്കും കരുണക്കൊന്തയ്ക്കും ബലിക്കും വേണ്ടി അവർ കാത്തിരിക്കുന്നു. മാതാവിനെ അവർ കടലിലെ താരം എന്ന് വിളിക്കുന്നു. മറിയം ഇടയ്ക്കിടെ അവിടെ ചെന്ന് ആത്മാക്കൾക്ക് ആശ്വാസം നൽകുന്നു. ഭീകരമായ കാഴ്ചകൾക്ക് പുറമെ അതിമനോഹരമായ സ്വർഗീയ ദർശനവും ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ചു. പറഞ്ഞറിയിക്കാനാകാത്ത പ്രകാശവും സന്തോഷവും അവിടെയുണ്ട്. വിശുദ്ധരും മാലാകമാരും ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്നു. ദൈവത്തോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നുവോ അത്രത്തോളം ആനന്ദം ആത്മാക്കൾ അനുഭവിക്കുന്നു. ഈ വെളിപ്പെടുത്തലുകളുടെ ലക്ഷ്യം ഇതൊന്നും കണ്ട് ഭയപ്പെടാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത്. എത്ര വലിയ പാപിയാണെങ്കിലും മരണത്തിന് മുൻപ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചാൽ
ആ ആത്മാവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഈശോ ഉറപ്പു നൽകി. എൻ്റെ കരുണയെക്കുറിച്ച് എഴുതുക, മഹാപാപികൾക്കും എൻ്റെ കരുണയിൽ വലിയ അവകാശമുണ്ട് എന്നായിരുന്നു ഈശോയുടെ സന്ദേശം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ദർശനങ്ങൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് ദീർഘകാലത്തെ കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ്. ഒരു സാധാരണ കന്യാസ്ത്രീയുടെ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ എന്ന നിലയിൽ നിന്ന് ലോകം മുഴുവൻ ആചരിക്കുന്ന ഒരു തിരുനാളായി ഇത് മാറിയ ചരിത്രമറിയാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ ചില വരികൾ തെറ്റായി വിവർത്തനം ചെയ്യപ്പെട്ടത് കാരണം സഭ തുടക്കത്തിൽ ഈ സന്ദേശങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ദൈവശാസ്ത്രപരമായ പിശകുകളുണ്ടെന്ന ധാരണയിൽ 1959 വത്തിക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ പ്രചരിപ്പിക്കുന്നത് നിരോധിച്ചു. പോളണ്ടിലെ ക്രാക്കോവ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കരോൾ വോയ്റ്റീവ ആണ് ഈ സന്ദേശങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ മുൻകൈയെടുത്തത്. അദ്ദേഹം ഡയറി വീണ്ടും കൃത്യമായി വിവർത്തനം ചെയ്യിച്ചു. ദൈവശാസ്ത്ര പണ്ഡിതന്മാരെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചു. ഇതിൽ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി ഒന്നുമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. 1978 വത്തിക്കാൻ ഈ സന്ദേശങ്ങളുടെ മേലുണ്ടായിരുന്ന വിലക്ക് പൂർണ്ണമായി നീക്കി. അതേ വർഷം തന്നെ കരോൾ വോയ്റ്റീവ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഭക്തിയുടെ പ്രചാരണത്തിന് വലിയ കരുത്തായി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ വെളിപ്പെടുത്തലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നു 2000 ഏപ്രിൽ 30 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിശുദ്ധയായിരുന്നു ഫൗസ്റ്റീന. അതേ ദിവസം തന്നെ ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച സഭയിൽ ഔദ്യോഗികമായി ദൈവിക കാരുണ്യ തിരുനാൾ ഡിവൈൻ മേഴ്സി സൺഡേ ആയി പ്രഖ്യാപിച്ചു. ഇന്ന് കത്തോലിക്ക സഭയുടെ കലണ്ടറിലെ പ്രധാനപ്പെട്ട ഒരു ഭക്തിയായി ഇത് മാറിയിരിക്കുന്നു. ദൈവം നീതിമാൻ മാത്രമല്ല, അതിലുപരി കരുണാമയനാണ് എന്ന സത്യം വിശ്വാസികളെ ഓർമ്മിപ്പിക്കാൻ സഭ ഈ വെളിപ്പെടുത്തലുകളെ ഉപയോഗിക്കുന്നു.